ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് ഏറെ അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ പരിശുദ്ധ റൂഹായോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ റൂഹ ആരാണ്? പരിശുദ്ധാത്മാവ്, റൂഹാദ കുദിശ, അങ്ങനെ വിവിധ പേരുകളിൽ നമ്മൾ പരിശുദ്ധ റൂഹായെ അല്ലെങ്കിൽ റൂഹാദ കുദിശയെ വിളിക്കാറുണ്ട്, അപേക്ഷിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ റൂഹ പരിശുദ്ധ തൃത്വത്തിലെ 3 വ്യക്തികളിൽ ഒരാളാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബോധ്യമാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അടങ്ങിയ ത്രിയേക ദൈവം എന്നുള്ള വിശ്വാസ സത്യം. അതാണ് ഏക ദൈവം എന്നുള്ളത്. ഈ ഏക ദൈവവിശ്വാസത്തിലെ, ത്രിയേക ദൈവവിശ്വാസത്തിലെ ഏറ്റവും 3ാമത്തെ വ്യക്തി എന്ന നിലയിൽ വേണം നമ്മൾ പരിശുദ്ധ റൂഹായെ മനസ്സിലാക്കാൻ. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട്, അല്ല മനസ്സിലാക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, അദ്ദേഹം ഒരു വ്യക്തി കൂടിയാണ്. എന്താണ് ഒരു ശക്തിയും ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം? ശക്തിക്കൊരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, അദ്ദേഹവുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പരിശുദ്ധ റൂഹായോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും എന്നുള്ളത് തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ബന്ധം, പരിശുദ്ധ റൂഹായിലുള്ള ഗുണങ്ങളും ദാനങ്ങളും വരങ്ങളും നമ്മിലേക്ക് ചൊരിയപ്പെടാൻ, നമ്മിൽ പരിശുദ്ധ റൂഹായിലുള്ള ഗുണങ്ങൾ, വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങളൊക്കെ നമ്മിൽ വളരാൻ ഈ ബന്ധം സഹായിക്കും. അതുകൊണ്ട് ബന്ധത്തിലായിരിക്കുന്ന വ്യക്തിയെ രൂപാന്തരീകരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ റൂഹ എന്ന് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി ആയിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ദൈവത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഒരുക്ക ദിവസങ്ങൾ നമുക്ക് ആരംഭിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.